സമ്മർ ഒരു അത്ഭുതമായി തോന്നിയത് യൂറോപ്പിൽ വന്നതിന് ശേഷമാണ്. ശ്രദ്ധിക്കുന്നുണ്ട്, സമ്മർ അല്ലേ. UK ഇപ്പോൾ അവരുടെ നിയമങ്ങളെല്ലാം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഡിപ്പെൻഡൻസിനായിട്ടുള്ള നിയമങ്ങൾ. അതിപ്പോൾ സ്റ്റുഡൻറ്റിൻ്റെ ഡിപ്പെൻഡൻസ് ആണെങ്കിലും ശരി, വർക്ക് വിസയിൽ വരുന്ന ഹെൽത്ത് കെയറിൻ്റെ ഡിപ്പെൻഡൻസിനാണെങ്കിലും ശരി, ഇപ്പോൾ നമ്മൾക്ക് ഡിപ്പെൻഡൻസിനെ നമ്മളുടെ കൂടെ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല എന്നൊരു ഓപ്ഷനാണ് ഇപ്പോൾ UK നിലവിൽ കൊണ്ടുവന്നേക്കുന്നത്. എന്നാൽ നമ്മൾക്കറിയാത്ത മറ്റൊരു കാര്യമുണ്ട്. UKയിൽ നമ്മളിപ്പോൾ ഡിപ്പെൻഡൻസോട് കൂടി തന്നെ നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി വരാൻ വേണ്ടി പറ്റുന്ന ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. സോ ഗൈസ്, വെൽക്കം ടു ബിയോണ്ട് ദ ബോർഡേഴ്സ്. UK-യിൽ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾക്ക് മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ആയിരിക്കും ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. പക്ഷെ അല്ല, നമ്മൾക്ക് മാസ്റ്റേഴ്സിൻ്റെയും PhD-യുടെയും ഇടയിൽ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ പേരാണ് മാസ്റ്റർ ഓഫ് റിസർച്ച് അഥവാ MRes. ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പോലത്തെ UK-യുടെ നിയമങ്ങളിൽ പെടുന്നതല്ല. നേരെ മറിച്ച് നമ്മുടെ PhD നിയമങ്ങളിൽ പെടുന്ന ഒരു കോഴ്സാണ് MRes എന്ന് പറയുന്നത്. സോ ഈ ഒരു കോഴ്സിന് നമുക്ക് നമ്മുടെ ഡിപ്പെൻഡൻസിനെ കൂടി UK-യിലോട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾക്ക് മറ്റ് കോഴ്സുകൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ ഒരു കോഴ്സിന് കൂടി ലഭിക്കുന്നതായിരിക്കും. അതായത് ആസ് എ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന ഒരാൾക്ക് 20 മണിക്കൂർ നേരത്തെ നിങ്ങളുടെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം, പിന്നെ നിങ്ങളുടെ PSW ഇങ്ങനെയുള്ള മറ്റ് എല്ലാ അവസരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിൽ കൂടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു മാസ്റ്റർ ഓഫ് റിസർച്ച് പ്രോഗ്രാമിന് ചേരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിൻ്റെ മെയിൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളായിരിക്കണം. അതും മിനിമം 65%, 50 to 65% മാർക്കെങ്കിലും നിങ്ങൾക്ക് മാസ്റ്റേഴ്സിൽ ഉണ്ടായിട്ടുണ്ടാവണം. മാസ്റ്റർ ഓഫ് റിസർച്ച് പ്രോഗ്രാം ഇൻ UK എന്ന് പറയുന്നത് നമുക്ക് നോർമലി ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിക്ക് UK-യിൽ അഡ്മിഷൻ എടുക്കുന്ന അത്ര എളുപ്പമായിരിക്കത്തില്ല. അതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. പക്ഷേ എന്നാൽ ഒരു PhD നമ്മൾ എടുക്കുന്നത് പോലെ നമുക്ക് അതിൻ്റെ പ്രപ്പോസൽസോ തീസീസോ ഒന്നും നമുക്ക് നൽകേണ്ട ആവശ്യമില്ല. ഇതാണ് മാസ്റ്റർ ഓഫ് റിസർച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾക്ക് മാസ്റ്റർ ഓഫ് റിസർച്ച് പ്രോഗ്രാം UK-യിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ഒരാളായിരിക്കണം. അത് നമ്മൾക്ക് UK-യിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാണെങ്കിലും കുഴപ്പമില്ല, നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്കാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് UK-യിൽ മാസ്റ്റർ ഓഫ് റിസർച്ച് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ ഏത് ഡിഗ്രിയിലാണോ മാസ്റ്റേഴ്സ് നിങ്ങളുടെ കഴിഞ്ഞത്, ആ മാസ്റ്റേഴ്സ് ഡിഗ്രിയുടെ കണ്ടിന്യൂഷനായിട്ടായിരിക്കണം നിങ്ങളുടെ മാസ്റ്റർ ഓഫ് റിസർച്ച് പ്രോഗ്രാം നിങ്ങളിവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഒരു മാസ്റ്റർ ഓഫ് റിസർച്ച് പ്രോഗ്രാം UK-യിലേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് വേണ്ടുന്നതാണ്. അത് IELTS ആണെങ്കിൽ 6.5 to 7, അല്ല നിങ്ങൾ PT ആണ് ചെയ്യുന്നതെങ്കിൽ 50 to 65% നിങ്ങൾക്ക് മാർക്സ് കിട്ടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് MResന് വേണ്ടിയിട്ട് UK-യിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ആപ്ലിക്കേഷൻ അവർ കൺസിഡർ ചെയ്യത്തുള്ളൂ. നിങ്ങൾ മാസ്റ്റർ ഓഫ് റിസർച്ച് പ്രോഗ്രാം UK-യിലേക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ സിവിൽ പാർട്ട്ണർ ആയിക്കോട്ടെ, നിങ്ങളുടെ കുട്ടികളായിക്കോട്ടെ, ഇവരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ UK-യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാണ്. അതും ഈ ഒരു കോഴ്സ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് 2 years PSW കൂടി അവൈലബിൾ ആയിരിക്കും. നോർമലി ഉള്ള ഒരു PhD അല്ലെങ്കിൽ റിസർച്ച് പ്രോഗ്രാം പോലെ 5 years ആയിരിക്കില്ല നിങ്ങൾ ഈ ഒരു കോഴ്സിന് വേണ്ടി ചെലവഴിക്കേണ്ടത്. 1 വർഷം മാത്രമാണ് നിങ്ങൾ ഈ ഒരു മാസ്റ്റർ ഓഫ് റിസർച്ച് പ്രോഗ്രാമിന് വേണ്ടി UK-യിൽ ചെലവഴിക്കേണ്ടത്. അതായത് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് കാലാവധി എന്ന് പറയുന്നത് 1 വർഷം മാത്രമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 1 വർഷം മാത്രമായിരിക്കും. 1 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് PSW-ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. മറ്റുള്ള സ്റ്റുഡൻസിന് ലഭിക്കുന്ന ആനുകൂല്യമായ 20 hours per week നിങ്ങൾക്ക് ജോലിയും UK-യിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അത് നിങ്ങളുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള സെയിം ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. മാസ്റ്റർ ഓഫ് റിസർച്ച് പ്രോഗ്രാമിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാമെന്ന് ഞാൻ ചുമ്മാ പറയുന്നതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബിക്കോസ് ഇത് ഒഫീഷ്യലി, അതായത് UK ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ വളരെ കൃത്യമായിട്ട് കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിപ്പോൾ മുകളിൽ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. മാസ്റ്റർ ഓഫ് റിസർച്ച് പ്രോഗ്രാം ഇൻ ദ UK പുതിയൊരു ടോപ്പിക്കാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, എനിക്കറിയാം. നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിഫിക്കേഷൻസും എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി താഴെ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ്.
എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിക്ക് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തു തരാനും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. സോ നിങ്ങളുടെ ഡൗട്ട്സും നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി തരിക. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇത് കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫോം പിൻ ചെയ്ത് വെക്കാം. ആ ഒരു ഫോം ഫിൽ ചെയ്ത് നിങ്ങൾ അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സീരിയസ്ലി മാസ്റ്റർ ഓഫ് റിസർച്ച് പ്രോഗ്രാം ചെയ്യാൻ UK ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ ഫോം ഫിൽ ചെയ്ത് അയക്കാവുന്നതാണ്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റീസ്, നിങ്ങളുടെ കോഴ്സ് കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ളൊരു ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ